നമസ്കാരം. വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ചേർത്തലയിലെ ഡോക്ടർ ദമ്പതിമാരിൽ നിന്നും 7.65 കോടി രൂപ ഓൺലൈനായി തട്ടിയെടുത്ത കേസിലെ 3 പ്രതികളെ കൂടി ചേർത്തല കോടതിയിൽ ഹാജരാക്കി. കൂടുതൽ അന്വേഷണങ്ങൾക്കായി കസ്റ്റഡിയിൽ വിട്ടു നൽകി. ചേർത്തലയിലെ ഡോക്ടർ ദമ്പതികളിൽ നിന്ന് 7.65 കോടി രൂപ ഓൺലൈനായി തട്ടിയെടുത്ത കേസിൽ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്ത 3 പേർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ ഒട്ടേറെ തട്ടിപ്പുകൾ നടത്തിയ സംഘം. തായ്വാൻ സ്വദേശികളായ സുങ് മു ചി, ചാങ് ഹോയൻ, ജാർഖണ്ഡ് സ്വദേശിയായ സെയ്ഫ് ഗുലാം ഹൈദർ എന്നിവരെയാണ് ഗുജറാത്തിൽ സബർമതി ജയിലിൽ നിന്ന് മണ്ണഞ്ചേരി SI KR ബിജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം കസ്റ്റഡിയിലെടുത്ത ട്രെയിനിൽ തിങ്കളാഴ്ച രാത്രിയോടെ നാട്ടിലെത്തിച്ചത്. ചോദ്യം ചെയ്യാനായി 3 ദിവസം കസ്റ്റഡിയിൽ വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ ചേർത്തല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. ഇവരെ 8ഓളം അന്വേഷണ ഏജൻസികൾ ഇതിനോടകം ചോദ്യം ചെയ്തിരുന്നു. പലയിടത്തും കസ്റ്റഡിയിൽ വാങ്ങിയും ചോദ്യം ചെയ്തു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇവർ തട്ടിപ്പുകാർക്കായി ഹൈടെക് കമ്പ്യൂട്ടർ സംവിധാനം ഒരുക്കി നൽകിയിട്ടുമുണ്ട്. തങ്ങൾ പലയിടത്തും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടെന്നും സെയ്ഫ് പോലീസിനോട് സമ്മതിച്ചു. അതേസമയം സെയ്ഫിനെ മുൻപരിചയമില്ലെന്നും സബർമതി ജയിലിലാണ് പരിചയപ്പെട്ടതെന്നുമാണ് തായ്വാൻ സ്വദേശികൾ പറഞ്ഞത്. സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്ത ഏറ്റവും വലിയ തട്ടിപ്പ് കേസായിരുന്നു ഇത്. 2 തായ്വാൻ സ്വദേശികൾ ഉൾപ്പെടെ 10 പേർ നേരത്തെ അറസ്റ്റിലായിരുന്നു. 9 മണിയോടെ ട്രെയിനിൽ കൊണ്ടുവന്ന 3 പേരെയും രാത്രി തന്നെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP അവധിയിലായതിനാൽ അധിക ചുമതലയുള്ള ആലപ്പുഴ DYSP ഇവരെ ചൊവ്വാഴ്ച കസ്റ്റഡിയിൽ വാങ്ങുവാനായി കോടതിയിൽ കൊണ്ടുവന്നു. 6 പ്രതികളെ തിരികെ സബർമതി ജയിലിലേക്ക് കൊണ്ടുപോകും. ഇവരെ ചോദ്യം ചെയ്യുമ്പോൾ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകുമെന്ന് ആലപ്പുഴ DYSP MR മധുബാബു കൂട്ടിച്ചേർത്തു. തട്ടിപ്പിൽ ഇപ്പോൾ പിടിയിലായ തായ്വാൻ സ്വദേശികൾക്ക് പങ്കുണ്ടെന്നും പലയിടത്തും ഒന്നിച്ചുകൂടി തട്ടിപ്പുകൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും ജാർഖണ്ഡ് സ്വദേശി സെയ്ഫ് ഗുലാം ഹൈദർ പോലീസിനോട് സമ്മതിച്ചതെന്നാണ് വിവരം. എന്നാൽ തായ്വാൻ സ്വദേശികൾ ഇത് നിഷേധിച്ചു. അത്തരത്തിൽ പറയാൻ ഇവർക്ക് നിയമോപദേശം ലഭിച്ചിരിക്കാമെന്ന് പോലീസ് കരുതുന്നു. നൂർനാട് ITBP ക്യാമ്പിൽ നിന്നുള്ള ദ്വിഭാഷിയുടെ സഹായത്തോടെയാവും ചോദ്യം ചെയ്യൽ.